ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 തിമോത്തിയോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അല്ലെങ്കിൽ 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊള്ളുക. മനുഷ്യൻ സ്വാർത്ഥപ്രിയരും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും മനുഷ്യപ്രിയമില്ലാത്തവരും വഴങ്ങാത്തവരും ഏഷണിക്കാരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരരും സൽഗുണദോഷികളും ആയിത്തീരും. അവർ ചതിക്കുന്നവരും സാഹസികരും ഗർവിഷ്ഠരും ദൈവത്തെ സ്നേഹിക്കാത്ത ഭോഗപ്രിയരും ഭക്തിയുടെ ബാഹ്യവേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അവരെ വിട്ട് അകന്നുകൊള്ളുക. ഞാനിപ്പോൾ ഈ വായിക്കുന്നത് NIVയുടെ മലയാളം വേർഷനാണ്. ഇതിനകത്ത് 3-ാമത്തെ വാക്യത്തിനകത്ത് മനുഷ്യപ്രിയമില്ലാത്തവരും വഴങ്ങാത്തവരും ഏഷണിക്കാരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരരും സൽഗുണദോഷികളും ആയിത്തീരും എന്നാണ് എഴുതിയേക്കുന്നത്. എന്നാൽ സത്യവേദ പുസ്തകത്തിൽ അവിടെ എഴുതിയേക്കുന്ന വാക്യം അജിതേന്ദ്രിയന്മാർ ആകും എന്നാണ്. ആ ജിതേന്ദ്രിയന്മാർ ആകും. അതിൻ്റെ തനി മലയാള അർത്ഥം എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം ഇല്ലാത്തവർ എന്ന് പറയും. പക്ഷേ സത്യവേദ പുസ്തകം അടിസ്ഥാനമായി കേരളത്തിലെ നെടുനീളം ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ അജിതേന്ദ്രിയന്മാർ എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കേണ്ടി വരും. ആ അജിതേന്ദ്രിയന്മാരായി തീരുമെന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ പിരിച്ചെഴുതുക എന്ന് പറഞ്ഞ് പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഏതൊക്കെ വാക്കുകൾ ചേർത്താണ് ഈ വാക്കുണ്ടാക്കിയേക്കുന്നത് അതങ്ങ് പിരിച്ചെഴുതിയ അർത്ഥം മനസ്സിലാകും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അസത്യം എന്ന് പറഞ്ഞാൽ ആ പ്ലസ് സത്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സത്യമല്ലാത്തത്. ആ പ്ലസ് ആ അധികം സത്യം സമം അത് ആ 2 വാക്കുകളോട് ചേരുമ്പോൾ അസത്യം ഉണ്ടാകുന്നത്. സത്യമല്ലാത്തതെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അജിതേന്ദ്രിയൻ ആ ജിതേന്ദ്രിയൻ എന്ന് പറഞ്ഞാൽ അത് എഴുതിയേക്കുന്നത് ആ അധികം ജിത്ത് അധികം ഇന്ദ്രിയൻ. 3 വാക്കുകൾ ചേർത്തിട്ടാണ് ആ അധികം ജിത്ത് അധികം ഇന്ദ്രിയൻ. ഈ ജിത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ജയമുള്ളവൻ എന്നാണ്. ജിത്തെന്ന് പറഞ്ഞാൽ ജയമുള്ളവൻ. ആ ജിത്തെന്ന് പറഞ്ഞാൽ ജയമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ തോക്കുന്നവൻ. ഈ അജിത്തെന്ന് പേരിട്ടാൽ ഓർത്തോണം, അജിത്തെന്ന പേരിൻ്റെ അർത്ഥം തന്നെ തോക്കുന്നവൻ എന്നാണ്. ജിത്തെന്ന് പറഞ്ഞാൽ ജയിക്കുന്നവൻ ജയമുള്ളവൻ എന്നതിനർത്ഥം. എന്നാൽ അജിത്ത് എന്ന് പറഞ്ഞാൽ ജയമില്ലാത്തവൻ തോൽവിയുള്ളവൻ എന്നാണ്. അവൻ്റെ വീട്ടുകാർ അവന് പേരിട്ട് കൊടുത്തിരിക്കുക, ഇവൻ ജീവിതത്തിൽ ജയിക്കുന്നവനല്ല. ആ ജിത്ത് എന്ന് പറഞ്ഞാൽ തോൽവിയുള്ളവൻ. ഇനി ആ പ്ലസ് ജിത്ത് പ്ലസ് ഇന്ദ്രിയൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയത്തെ ജയിക്കുന്ന കാര്യത്തിൽ തോറ്റവൻ. ഇന്ദ്രിയത്തെ ജയിക്കുന്ന കാര്യത്തിൽ തോറ്റവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ജയമില്ലാത്തവൻ. അതാണ് ആ അജിതേന്ദ്രിയൻ എന്നതിൻ്റെ അർത്ഥം. ഈ ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ നമ്മളിവിടെ കേട്ട് മനസ്സിലാക്കിയേക്കുന്ന കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെങ്കിലും അതിൻ്റെ യഥാർത്ഥത്തിൽ കണ്ണിന് പറയുന്നത് ദർശനേന്ദ്രിയം എന്നാണ്, ദർശനേന്ദ്രിയം. മൂക്കിന് പറയുന്നത് ക്രാണേന്ദ്രിയം എന്നാണ്, മണക്കാനുള്ള ഇന്ദ്രിയം ക്രാണേന്ദ്രിയം. നാക്കിന് പറയുന്ന രസേന്ദ്രിയം എന്ന് പറഞ്ഞാൽ രസങ്ങൾ തിരിച്ചറിയുന്ന ഇന്ദ്രിയം. ചെവിക്ക് പറയുന്ന ശ്രവണേന്ദ്രിയം, ശ്രവിക്കാനുള്ള ഇന്ദ്രിയം. ത്വക്കെന്നങ്ങ് പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ, പക്ഷേ അതിന് ജനനേന്ദ്രിയം എന്നാണ് അതിൻ്റെ ശരി അർത്ഥം. അത് എതിർലിംഗത്തിൽപ്പെട്ടവർ ശരീരത്തിൽ തൊടുകയൊക്കെ ചെയ്താൽ വളരെ പെട്ടെന്ന് ഉത്തേജനം ഉണ്ടാകുന്നത് ഈ ജനനേന്ദ്രിയത്തിലാണ്. അതിൻ്റെ മർമ്മം അതാണ്. അതുകൊണ്ട് അതിനെ ജനനേന്ദ്രിയം എന്ന് പറയുന്നത്. ഇതിനെ 5നെയും അടക്കാൻ കഴിവില്ലാത്തവനെയാണ് ആ ജിതേന്ദ്രിയൻ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം ഇല്ലാത്തവൻ എന്ന് വിളിക്കുന്നത്. ഇതിനെ 5നെയും, 1നെ മാത്രമല്ല 5നെയും. ഇതിനെ എങ്ങനെ അടക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ
ദൈവം അതീന്ദ്രിയം എന്ന 2 ശക്തികൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അതീന്ദ്രിയം എന്ന 2 ശക്തികൾ ദൈവം തന്നിട്ടുണ്ട്. ഇത് രണ്ടും വെളിയിൽ കാണാനും പറ്റുന്നതല്ല. ഇതിനെ നമുക്കിതിനെ ബുദ്ധി മനസ്സിലാക്കിയെടുക്കാം, ആത്മാവിൻ്റെ വചനത്തിലൂടെയും കുറച്ചൊക്കെ മനസ്സിലാക്കിയെടുക്കാം. പഞ്ചേന്ദ്രിയങ്ങൾ ശരീരത്തിൽ നിലകൊണ്ട് ഒരു വ്യക്തിയെ ലോകവുമായി നിരന്തരം വ്യാപാരം ചെയ്യിപ്പിക്കുന്നു. ഏതൊക്കെയാ? ദർശനേന്ദ്രിയം, ഘ്രാണേന്ദ്രിയം, രസേന്ദ്രിയം, ശ്രവണേന്ദ്രിയം, ജനനേന്ദ്രിയം. ഈ 5 ഇന്ദ്രിയങ്ങൾ ലോകത്തിലോട്ട് ഒരു വ്യക്തിയിൽ വസിച്ചിട്ട് ഈ 5 ഇന്ദ്രിയങ്ങൾ ലോകവുമായി നിരന്തരം വ്യാപാരം ചെയ്യിക്കുന്നു. ജീവനുള്ള ഏത് മനുഷ്യനും ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. ഈ പ്രസംഗിക്കുന്നവരും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. അവരറിഞ്ഞോ അറിയാതെയോ, അവരറിയാതെ തന്നെയും ഇതെപ്പോഴും ലോകമായിട്ടാണ് ബന്ധമുള്ളത്. ഒരു ഉദാഹരണം പറയാം. ഈ ഷുഗർ പിടിക്കുന്നത് വരെ മധുരം കഴിക്കുന്നതിൽ ഒരു നിയന്ത്രണം ആർക്കുമില്ല. പക്ഷേ ഷുഗർ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മധുരം കഴിപ്പങ്ങ് നിർത്തും. ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത്. ഇതെന്തുകൊണ്ടാണ്? അതുപോലെ ഇഷ്ടമുള്ള ഒന്നിനെ ഇന്ദ്രിയം ഇഷ്ടപ്പെടുന്ന ഒന്നിനെ വേണ്ടെന്ന് വെക്കാൻ സാധിച്ചാൽ അതിൻ്റെ മേൽ നമുക്ക് ജയം കിട്ടുന്നു, അല്ലെങ്കിൽ അധികാരം കിട്ടുന്നു. ഈ അധികാരം എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഈ അധികാരം അവന് ലഭിച്ചത് അതിൻ്റെ ഭവിഷ്യത്തിൻ്റെ മേലുള്ള അധികാരമാണ്. അതിൻ്റെ ഭവിഷ്യത്തിൻ്റെ മേലുള്ള അധികാരമാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു, കേരളത്തിലെ അറിയപ്പെടുന്ന സിനിമാ താരങ്ങളൊക്കെ പറയുന്നത് ജനങ്ങളുടെ ആരാധന പാത്രങ്ങളായിരുന്നവരാ. പക്ഷേ ആരാധനാ പാത്രങ്ങളെല്ലാം ഇപ്പം ഒരു വല്ലാത്ത അവസ്ഥ ചെന്നുപെട്ടു. എല്ലാവരുടെ മേലുള്ള ആരോപണങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പോലും തലപൊക്കാൻ മേലാത്ത അവസ്ഥയായി. ഈ അറിവ് അവർക്ക് നേരത്തെ കിട്ടിയായിരുന്നെങ്കിൽ, പല നാൾ കട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടുമെന്നുള്ള ബോധ്യം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ, അവരതിനനുസരിച്ച് മാന്യമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് തല ഉയർത്താമായിരുന്നു. മിക്കവാറും ഒക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലായിരിക്കും ഇങ്ങനെയുള്ള വിഷയങ്ങൾ തലപൊക്കി വരുന്നത്. മിക്കവാറും വാർദ്ധക്യത്തിലൊക്കെ ആയിരിക്കും ഇതൊക്കെ വെളിപ്പെട്ട് വരുന്നത്. അങ്ങനെ വെളിപ്പെട്ട് വന്നാൽ പിന്നെ ഇതൊന്ന് തിരുത്തി ഭാവി തിരിച്ചു പിടിക്കാൻ ആർക്കും അവസരവും കിട്ടുകയില്ല. അപ്പോൾ ഇതിൻ്റെ മേലുള്ള ദൂഷ്യം എന്തെന്ന് ഒരുത്തന് നേരത്തെ പിടികിട്ടിയാൽ, ആ പിടികിട്ടാൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഭാഗം നമ്മുടെ ബുദ്ധിയാണ്. ബുദ്ധിയുള്ളവൻ അറിയാം ഇത് പണിയാകും. ഇപ്പോൾ പ്രായപൂർത്തി വ്യഭിചാരം ചെയ്താൽ പിടിക്കപ്പെടും, കുടുംബത്തിലും സമൂഹത്തിലും വില പോകും, ജീവിതകാലം മുഴുവൻ പ്രശ്നമാകും എന്ന് ഇത് വ്യഭിചാരം ചെയ്യുന്നവർക്ക് അറിയാം. പക്ഷേ അതിൻ്റെ മേൽ ജയമെടുക്കാനുള്ള കഴിവ് അവർക്കില്ലാത്തതുകൊണ്ട് അവരതിനകത്ത് പോയി പെടും. കുഞ്ഞു കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്കറിയാം ഇത് പിടിച്ചാൽ നാട്ടുകാർ ഇടിച്ച് ശരിയാക്കുമെന്ന് അവർക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. നാട്ടുകാരുടെ കയ്യിലാണ് കിട്ടുന്നെങ്കിൽ അവർ ഇടിച്ച് ശരിയാക്കി കളയും. ഇതറിയാൻ മേലെ അതോടുകൂടി നാറും. അവനവൻ്റെ വീട്ടിൽ ചെല്ലാൻ മേലെന്നാകും, അവനവൻ്റെ മക്കളെ കാണാൻ മേലെന്നാകും, അവനവൻ്റെ ഭാര്യയുടെ മുമ്പിൽ ചെല്ലാൻ മേലെന്നാകും, കുടുംബത്തിൽ ചെല്ലാൻ മേലെന്നാകും. പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാമെങ്കിലും പെടും. അപ്പം നമ്മൾ ഓരോ ദിവസങ്ങളിലെ വാർത്തകൾ നോക്കുമ്പോൾ ഓരോരുത്തർ ഇതിനകത്ത് പോയി പെടുമ്പോൾ അതിൻ്റെ ആത്യന്തികമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ദ്രിയങ്ങളുടെ മേൽ അറിവ് ജയം ഇല്ലെന്നുള്ളതാണ്. ഈ ഇന്ദ്രിയം നമുക്ക് പണി ഒപ്പിച്ച് തരുമെന്ന്. ദാവീദ് രാജാവ് യുദ്ധത്തിന് പോകേണ്ടവൻ ദർശനേന്ദ്രിയം വെച്ച് ഒരു സ്ത്രീ കുളിക്കുന്നത് നോക്കിയിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് അത് പോയി. ഇതുപോലെ മണം വരുമ്പോൾ മണം കൊണ്ട് പ്രശ്നം ഉണ്ടാക്കും. ഇതെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ ഓരോരോ പത്രവാർത്തകൾ നോക്കിയാൽ നമുക്കറിയാം ഓരോരുത്തർ നാണം കെടുന്ന അവസ്ഥകൾ. അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധി എന്ന അതീന്ദ്രിയം, ബുദ്ധിയെ വെച്ച് ഉപയോഗിച്ച് നമുക്കിത് കാണാം. ഒരുമാതിരിപ്പെട്ട ജാതികളായ മനുഷ്യരെല്ലാം ബുദ്ധി ഉപയോഗിച്ചാണ് ഇതിനകത്ത് പെടാതെ നിൽക്കുന്നത്. അപ്പോൾ ഈ ബുദ്ധി കൊണ്ട് ഇതിനെ ജയിക്കാൻ പറ്റിയാൽ അവനെ ജിതേന്ദ്രിയൻ എന്ന് പറയും. ബുദ്ധി പോലും ഉപയോഗിക്കാൻ മേലാത്തവനെ അജിതേന്ദ്രിയൻ എന്ന് വിളിക്കും. അജിതേന്ദ്രിയൻ. ഇനി പത്രോസ് ഇതിനെക്കുറിച്ച്, ഈ ബുദ്ധി വെളി കാണുന്നതല്ല, പത്രോസ് ഇതിനെക്കുറിച്ച് എന്നതാ പറയുന്നത്? 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യത്തിൽ പറയുക, നിങ്ങളുടെ അലങ്കാരം പിന്നിയ മുടി, സ്വർണ്ണാഭരണം, വിശേഷ വസ്ത്രം എന്നിങ്ങനെ പുറമേ ഉള്ളതായിരിക്കരുത്. പിന്നെയോ സൗമ്യവും പ്രശാന്തവുമായ ആത്മാവെന്ന അനശ്വര സൗന്ദര്യത്തോടു കൂടിയ ആന്തരിക വ്യക്തിത്വമായിരിക്കട്ടെ. നമ്മൾ പെന്തക്കോസ് കോളത്തിൽ ഈ വചനം കേട്ടിരിക്കുന്നത്
നമ്മൾ പെന്തക്കോസ്ത് കോളത്തിൽ ഈ വചനം കേട്ടിരിക്കുന്നത് സ്വർണ്ണം ഊരിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് നമ്മൾ കണ്ടേക്കുന്നത്. പക്ഷേ പറയുന്നത് ഇതൊന്നുമല്ല പ്രധാനം, ഇന്ദ്രിയങ്ങളുടെ മേൽ ജയമുള്ളവനായിരിക്കണം എന്നാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തിമോത്തിയോസിൻ്റെ ലേഖനം പറയുന്നു, അന്ത്യകാലത്ത് ഇന്ദ്രിയങ്ങളിൽ ജയമില്ലാത്തവന്മാർ, അജിതേന്ദ്രിയന്മാർ ഉണ്ടാകും എന്ന് നമ്മൾ വായിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഇത് അന്ത്യകാലമാണ്. മനുഷ്യൻ അറപ്പ് തോന്നുന്ന വാർത്തകൾ കേൾക്കുന്ന കാലമാണ്. വാർത്തകൾ കേൾക്കുന്നെങ്കിൽ ഇന്ന് വാർത്തകൾ തെളിയിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങളും മനുഷ്യൻ ആവിഷ്കരിക്കുന്ന കാലമാണ്. തെളിയിക്കാതിരിക്കുന്നെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും പറയുന്ന ഒരു കാര്യം, ആരോപണം തെളിയിക്കട്ടെ. ആരോപണം തെളിയിക്കാതിരിക്കാൻ ഭൗതിക നന്മകളും കള്ളും പണവും പൈസയും പെണ്ണുങ്ങളെയും ഒക്കെ കൊടുത്ത് കേസുകൾ ഒഴിവാക്കുക എന്നതാണ് ചിന്തിക്കുന്നതെങ്കിൽ, എൻ്റെ കർത്താവെ, ഇന്നത്തെ കാലത്ത് ദൈവം ഇതൊന്നും അറിയാതിരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം അവരറിയാത്തത് കൊണ്ട് കർത്താവ്, ഇത് അന്ത്യകാലമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന വ്യക്തികൾ അവരേതെങ്കിലും വിധത്തിൽ ഇന്ദ്രിയങ്ങളിൽ കീഴ്പ്പെട്ട് വീണ് കിടക്കുന്നവരാണെങ്കിൽ, കണ്ണുകൊണ്ടുള്ള കാഴ്ചകൾ, കർത്താവെ, മൊബൈലിലും വീഡിയോകളിലും ഒക്കെ അശുദ്ധ കാഴ്ചകൾ കാണുന്നവരാണെങ്കിൽ അതിൽ നിന്ന് ജയം പ്രാപിക്കാൻ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂക്കുകൊണ്ടോ അല്ലെങ്കിൽ നാക്കുകൊണ്ടോ അല്ലെങ്കിൽ ചെവി കൊണ്ടോ ത്വക്കുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ, ഇതിനെയൊക്കെ ബാധിച്ച് നിൽക്കുന്ന ഇന്ദ്രിയങ്ങളിൽ അവർ വീണ് കിടക്കുന്നതാണെങ്കിൽ കർത്താവെ, അവരെയെല്ലാം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണം, കൃപയാൽ നടത്തണം, കേൾവിക്കാരെ ഓരോരുത്തരെയും വിടുവിക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.